മദർ ഏലീശയെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തുന്ന പ്രഖ്യാപനം കാത്ത് ക്രൈസ്തവ വിശ്വാസി സമൂഹം അല്പസമയത്തിനകം എറണാകുളം വല്ലാർപാടം ബസലിക്കയിലാണ് പ്രഖ്യാപന ചടങ്ങ്. കേരളത്തിലെ ആദ്യ സന്യാസിനിയും കർമ്മലീത്ത നിഷ്പാദക മൂന്നാം സഭയുടെ സ്ഥാപകയുമാണ് മദർ ഏലീശ. പൂർണ്ണമായിട്ടും വല്ലാർപാടം ബസലിക്ക മദർ ഏലീശയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾക്കെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെയോടുകൂടി തന്നെ എല്ലാം പൂർണ്ണമായിട്ടും എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്നു. അവസാനവട്ട മിനുക്കുപണികൾ ഇന്ന് രാവിലെയോടുകൂടി അവസാനിച്ചു. 4 മണിയോടുകൂടി തന്നെ ആർച്ച് ബിഷപ്പ് ഹൌസിലേക്ക് മാർപ്പാപ്പയുടെ പ്രത്യേക പ്രതിനിധിയായിട്ടുള്ള പെനാങ് രൂപത മെത്രാൻ കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയിട്ടുണ്ടായിരുന്നു. അവർക്ക് പ്രത്യേകമായിട്ടുള്ള സ്വീകരണങ്ങൾ ഒരുക്കി. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മെത്രാൻമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ബസലിക്കയിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. 4:30 സമയം പറഞ്ഞിരിക്കുന്നത്. 4:00 തന്നെ വാഴ്ത്തപ്പെട്ട പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങുകൾക്ക് ആരംഭിക്കും. അതിനുശേഷം ദിവ്യബലിക്കിടയിലാണ് ഈ പ്രത്യേകമായിട്ടുള്ള ചടങ്ങുകൾ നടക്കുന്നത്. അതിനോടനുബന്ധിച്ച് ഇന്ന് നടക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങുകൾ എങ്ങനെയാണ്? ലയോ 14 മാർപ്പാപ്പയുടെ പ്രതിനിധിയായിട്ടുള്ള പ്രത്യേക ആള്, അതായത് പെനാങ് രൂപത മെത്രാനായിട്ടുള്ള കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് മുഖ്യ കാർമ്മികത്വം വഹിക്കും. പിന്നീട് വരാപ്പുഴ അതിരൂപത മെത്രാപ്പൊലീത്ത ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ധന്യ മദർ ഏലീശയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്നതിനുള്ള അഭ്യർത്ഥന നടത്തും. വത്തിക്കാന്റെ ഇന്ത്യയിലെ അപ്പസ്തോലിക പ്രതിനിധി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലെയോപോൾഡോ ജിറല്ലി ആയിരിക്കും സന്ദേശം നൽകുന്നത്. പിന്നീട് അത്യുന്നത കർദിനാൾ ഡോക്ടർ ഓസ്വാൾഡ് ഗ്രേഷ്യസ് വാഴ്ത്തപ്പെട്ട മദർ ഏലീശയുടെ തിരുസ്വരൂപം അനാവരണം ചെയ്യും.